Hi friends, welcome back to our channel Cook with Stuti. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രെഡ് വെച്ച് മുട്ട വെച്ചും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്ക് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി നമുക്ക് ആദ്യമേ വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ ഒരു 5 സ്ലൈസ് ബ്രെഡ് ഇതേപോലെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗൾ വെച്ച് ആ ബൗളിലേക്ക് ഇതൊന്ന് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് പിച്ചിയിട്ട് കൊടുക്കണേ. അപ്പോൾ മൊത്തം നമുക്കൊന്ന് പിച്ചിയിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ ബ്രെഡൊക്കെ ഇതേപോലെ ചെറുതായിട്ടൊന്ന് പിച്ചിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 കോഴിമുട്ടയാണ്. അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് പാല്. നിങ്ങൾക്ക് തിളപ്പിച്ച പാലോ അല്ലെങ്കിൽ പച്ചപ്പാലോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 പിഞ്ചോളം ഉള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണേ. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. നമ്മളുടെ ഈ ഒരു സ്നാക്കിന് ഒരു എരിവിനൊക്കെ വേണ്ടി നമ്മളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള ചില്ലി ഫ്ലേക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഓർഗാനോ ആണ്. അത് നമുക്ക് ഈ പിസയിലൊക്കെ ഇടുന്ന ഓർഗാനോ ഇല്ല, അത് ഞാൻ ഇതിലേക്ക് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇപ്പോൾ ഇവിടെ കണ്ടോ, നല്ല രീതിയിൽ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനോ ഒന്നും വെക്കേണ്ട കാര്യമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി അടുപ്പിലൊരു പാൻ വെച്ചു. പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒന്ന് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു ബാറ്റർ ഇല്ലേ, അത് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് എല്ലാം ഒരേ ലെവലിലാക്കണേ. ഇതേപോലെ നല്ല രീതിയിലൊന്ന് ലെവലാക്കിയെടുക്കുക. ലെവലാക്കിയെടുത്തതിന് ശേഷം നമുക്കിതൊരു ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്ത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് തൊട്ട് ഒരു 6-7 മിനിറ്റ് ആവും ഇതൊന്ന് റെഡിയായി വരാൻ. നല്ലൊരു ക്രിസ്പി ആവണം അടിഭാഗം. അതുവരെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനൊന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അടിഭാഗം നല്ല രീതിയിലൊന്ന് കുക്കായിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിടാൻ വേണ്ടി ഇതേപോലെ ഒരു പ്ലേറ്റോ വല്ലതും വെച്ച് ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മളുടെ ആ പാനിലേക്ക് തന്നെ ഇത് അടിഭാഗം ഒന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കിത് അടച്ചൊന്നും വെക്കണ്ട, ഇതേപോലെ തന്നെ ഇട്ട് കൊടുത്ത് ഒരു 2-3 മിനിറ്റും കൂടെ അടിഭാഗം കൂടെ നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്ത് ക്രിസ്പിയാക്കി എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ സ്നാക്ക് ഇവിടെ 2 സൈഡും നല്ല രീതിയിലൊന്ന് കുക്കായി മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്കൊന്ന് മാറ്റാവേ. ഇപ്പോൾ ഇവിടെ ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കണ്ടോ, നമ്മുടെ സ്നാക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ നല്ല തിക്കായിട്ടും പുറഭാഗവും അടിഭാഗവും നല്ലൊരു ക്രിസ്പി ആയിട്ടും ഒക്കെ വന്നിട്ടുണ്ട്. ചായയുടെ അതേപോലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ കഴിക്കാനൊരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരിക. അപ്പോൾ ഇതേപോലെ ഒരു പുതുപുത്തൻ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.